ഹായ് എവരിവൺ. എപ്പോഴും ഒരു ലക്ഷ്യം മുന്നിലുണ്ടാവുന്നത് നമുക്ക് വിജയിക്കാനുള്ള സാധ്യതകൾ കൂട്ടും. ഈ ഒരു കട്ട് ഓഫ് അനാലിസിസ് വീഡിയോയും അത് തന്നെയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2024 ഡിസംബർ സൈക്കിൾ പരീക്ഷ നടന്നത് ജനുവരിയിലാണ്. റിസൾട്ട് ഇപ്പോൾ വന്നിട്ട് ഫെബ്രുവരിയിൽ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ എത്ര സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ചും അതോടൊപ്പം തന്നെ നിങ്ങളുടെ സബ്ജക്റ്റ് അനുസരിച്ചും ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. അങ്ങനെ പ്രധാന സബ്ജക്റ്റുകളാണ് കണ്ടുപോകുന്നത്. എല്ലാ സബ്ജക്റ്റുകളുടെയും 19ലധികം സബ്ജക്റ്റുകളുണ്ട്. ഓരോന്നും വായിച്ചു പോകുന്നില്ല. നിങ്ങൾക്ക് ഈ ഡോക്യുമെന്റ് NTA UGC നെറ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യം എക്കണോമിക്സ് ആണ്, പോപ്പുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. JRF നേടാനുള്ള ഒരു കട്ട് ഓഫ് 206 ആണ് ജനറൽ കാറ്റഗറിയിൽ. OBC NCL ആകുമ്പോൾ 192, EWS 194, SC ST 178, 172 എന്നൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിലും പരമാവധി നിങ്ങൾക്ക് 210നായിട്ട് എയിം ചെയ്താൽ 70% സ്കോർ ചെയ്യാൻ സാധിച്ചാൽ ഏത് കാറ്റഗറിയിലാണെങ്കിലും നിങ്ങൾക്ക് JRFൽ എത്താം. അതോടൊപ്പം അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിന്റെ കട്ട് ഓഫ് 180 ആണ്. അതായത് കൃത്യം 60% ആണ്. 300ന്റെ 60% ആണ്. ഇന്ത്യയെ ഒന്നാകെ 756 പേരെ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിന് എലിജിബിലിറ്റി നേടിയിട്ടുള്ളൂ എന്ന കാര്യം ഓർക്കുക. അപ്പോൾ കൃത്യമായിട്ടുള്ള പഠനം ആവശ്യമുണ്ട്. JRF ആണെങ്കിൽ ഇന്ത്യ മുഴുവനായിട്ട് എടുക്കുമ്പോൾ ജനറൽ കാറ്റഗറിയിൽ 66 വിദ്യാർത്ഥികൾ മാത്രമാണ് ക്വാളിഫൈ ചെയ്തിരിക്കുന്നതെന്ന് ഓർക്കുക. മറ്റ് കാറ്റഗറികളൂടെ കൂട്ടുമ്പോൾ 10-200ന്റെ അടുത്ത് ആ നമ്പർ എത്തും. PhD ഓൺലി ആണെങ്കിൽ 156, അതായത് ഒരു 50% മുകളിൽ, കുറച്ച് മുകളിലായിട്ടുള്ള മാർക്കാണ്. അപ്പോൾ റഫായിട്ട് JRFന് 70, നെറ്റിന് 60, PhD ഓൺലി ആണെങ്കിൽ ഒരു 55നായിട്ട് എയിം ചെയ്യാമെന്ന് എക്കണോമിക്സിന്റെ കാര്യത്തിൽ പറയാം. മിക്കവാറും സബ്ജക്റ്റുകൾ നമുക്ക് പൊളിറ്റിക്കൽ സയൻസ് നോക്കുകയാണെങ്കിലും 234 ആണ്. JRFന് ഒരു 70% പോരാ, അതിന് മുകളിൽ വീണ്ടും ഒരു 24 മാർക്കും കൂടി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഒരു 80%ന്റെ അടുത്തേക്കൊക്കെ വളരെ ഉയർന്ന കട്ട് ഓഫിലേക്ക് പൊളിറ്റിക്കൽ സയൻസിൽ പോയിട്ടുണ്ട്. പരീക്ഷയുടെ ഡിഫിക്കൽട്ടി ലെവൽ അനുസരിച്ചൊക്കെ അത് ഓരോ വർഷവും മാറാം. 210, അതായത് 70% ആണ് ജനറൽ കാറ്റഗറിയിലുള്ള കട്ട് ഓഫ് എന്നുള്ള കാര്യവും ഓർക്കുക. ഇവിടെ 80യുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്. അതിനനുസരിച്ച് ക്രമാനുഗതമായിട്ട് 60%-ന് മുകളിലാണ് PhD ഓൺലിക്കുള്ള എലിജിബിലിറ്റി. OBC NCL ഒക്കെ വരുമ്പോഴേക്ക് അത് വീണ്ടും താഴ്ന്ന് വരുന്നുണ്ട്, 200 താഴേക്കൊക്കെ എത്തുന്നുണ്ട്. ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് ഉയർന്ന കട്ട് ഓഫ് ഉള്ള ഒരു സൈക്കിൾ എക്സാം ആയിരുന്നു ഇതെന്നുള്ളത് ഓർക്കുക. ഫിലോസഫിയിലും നമ്മൾ മുൻപ് പറഞ്ഞ ലോജിക്കിനോട് സിമിലർ ആണ്. 210, 70% JRFന്, 60 above 184 ആണ്. നെറ്റിന് 160, 55%-ന് അടുത്താണ്. ഏകദേശം PhD ഓൺലിക്ക് എന്നുള്ള കാര്യം ഓർക്കുക. കുട്ടികളുടെ എണ്ണം, കാൻഡിഡേറ്റ്സിന്റെ എണ്ണം പൊതുവെ കുറവാണ്. JRF ഫിലോസഫിയിൽ നേടിയ ജനറൽ കാറ്റഗറിയിലെ 10 വിദ്യാർത്ഥികൾ മാത്രമാണ് ഉള്ളതെന്ന് ഓർക്കുക. ടോട്ടലായിട്ട് എടുക്കുമ്പോൾ 25, 28, 30, 32, 35 പേരാണുള്ളത്. 37, 38 ആൾക്കാർ ഫിലോസഫിയിൽ വന്നിട്ടുണ്ട്, ഏകദേശം 40-നടുത്ത്. സൈക്കോളജി ആണെങ്കിൽ 238 ആണ് കട്ട് ഓഫ്, 80%-ന് അടുത്ത് വന്നിട്ടുണ്ട്. 214, 70% അടുത്താണ് നെറ്റിനുള്ള കട്ട് ഓഫ്. 190 ആണ് PhD ഓൺലിക്കുള്ള എലിജിബിലിറ്റി എന്നുള്ള കാര്യവും ഓർക്കുക. അടുത്ത സബ്ജക്റ്റ് സോഷ്യോളജി ആണ് വരുന്നത്. സോഷ്യോളജിയിലും ഇതുപോലെ തന്നെ 228ഉം 204ഉം 70%-ന്റെ മുകളിലാണ്. JRFന് 70ക്ക് താഴെയാണ് നെറ്റിനുള്ള കട്ട് ഓഫ് എന്നുള്ളത് ഓർക്കുക. റിസർവേഷൻ കാറ്റഗറി മാറുന്നതിനനുസരിച്ച് ഈ മാർക്കുകളിൽ വ്യത്യാസം വരും എന്നുള്ള കാര്യം ഓർക്കുക. ഹിസ്റ്ററി, ഈ ഒരുപാട് വിദ്യാർത്ഥികൾ എഴുതുന്ന പേപ്പറുകളിലാണ് കട്ട് ഓഫ് ഏകദേശം ഈ റേഞ്ചിൽ വരുന്നത്. വിദ്യാർത്ഥികൾ കുറയുന്നതിനനുസരിച്ച് ആ വേരിയേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു നോം റെഫറൻസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് പേര് നന്നായി പെർഫോം ചെയ്താൽ ഉദ്യോഗാർത്ഥികൾ കുറയുന്ന, പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ കുറയുന്ന സബ്ജക്റ്റിൽ കട്ട് ഓഫ് മാറാം. ഹിസ്റ്ററി നോക്കിയ ഒരുപാട് പേര് എഴുതുന്നതാണ്. അതിന്റെ കട്ട് ഓഫ് നമ്മുടെ മുമ്പത്തെ ലോജിക്ക് പോലെ 70% താഴെ 206 ആണ്. JRFന് 184, 60%-ന് ജസ്റ്റ് മുകളിലാണ്. നെറ്റിന്റെ കട്ട് ഓഫ് എന്ന് ഓർക്കുക. PhD ഓൺലി അഡ്മിഷൻ ആണ് 162 ആണ് വരുന്നത്. ഹിസ്റ്ററിയുടെ മറ്റ് കാറ്റഗറികളുടെ കട്ട് ഓഫും OBC ആണ് 196ഉം 172ഉമാണ്. അങ്ങനെ കുറഞ്ഞു വരുന്ന കാര്യം ഓർക്കുക. ആന്ത്രപ്പോളജി പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് പേര് എഴുതുന്ന സബ്ജക്റ്റ് അല്ല. 224ഉം 188ഉം കട്ട് ഓഫ് ആയിട്ട് വരുന്നുണ്ട്. കൊമേഴ്സ് ഒരുപാട് പേര് കേരളത്തിൽ നിന്ന് എഴുതുന്ന ഒരു സബ്ജക്റ്റ് ആണ്.
അൺറിസർവ്ഡ് കാറ്റഗറിയിൽ കൃത്യം 70% ആണ്. നോക്കിയേ, ഒരുപാട് പോപ്പുലർ സബ്ജക്റ്റുകൾക്ക് JRF 70% കട്ട് ഓഫ് വന്നിട്ടുണ്ട്. 60യുടെ ജസ്റ്റ് മുകളിലാണ്, 186 ആണ്. 180 ആണ് 60, 186 എന്ന് പറയുമ്പോൾ 62% വരും നെറ്റിന്റെ കട്ട് ഓഫ്. 162 ആണ് PhD ഓൺലിക്കായിട്ടുള്ള കട്ട് ഓഫ് എന്ന് ഓർക്കുക. OBC NCL വരുമ്പോൾ അത് 198ഉം 168ഉം 148ഉം ആവുന്നു. യഥാക്രമം JRFന്റെയും നെറ്റിന്റെയും PhD ഓൺലിയുടെയും കാറ്റഗറി. SC ST വരുമ്പോഴേക്ക് JRFന് 190ഉം 178ഉമാണ്, നെറ്റിന് 158ഉം 152ഉമാണ് കട്ട് ഓഫ് വരുന്നത് എന്നുള്ള കാര്യവും ഓർക്കുക. എഡ്യൂക്കേഷനും MEd ഒക്കെ കഴിഞ്ഞിട്ട് കുറെ പേര് എഴുതുന്നതാണ്. അതിൻ്റെയും കട്ട് ഓഫ് 204, 70%-ന് വളരെ താഴെയാണ്. 178 എന്ന് പറയുമ്പോഴും 180 ആണ് നമ്മുടെ 60% വരുന്നത്. 60ക്ക് ജസ്റ്റ് താഴെയാണ്. 156, 50%-ന് കുറച്ച് മുകളിലാണ്. 52% വരും 156 എന്ന് പറയുമ്പോൾ. OBC NCL ആവുമ്പോൾ അത് 192, 164ഉമായിട്ട് കുറയുന്നുണ്ട്. സോഷ്യൽ വർക്കാണ് അടുത്തത്. സോഷ്യൽ വർക്ക് അൺറിസർവ്ഡ് കാറ്റഗറിയിൽ 202ഉം 180. 180 എന്ന് പറയുമ്പോൾ കൃത്യം 60 ആണ്. അപ്പോൾ 70ക്കും 60ക്കുമായിട്ട് നിങ്ങൾ എയിം ചെയ്ത് പഠിക്കുക. ചില സബ്ജക്റ്റിൽ പൊളിറ്റിക്കൽ സയൻസ് പോലെ എക്സെപ്ഷണൽ ആയിട്ടുള്ള സബ്ജക്റ്റുകളിലാണ്, അല്ലെ സൈക്കോളജി പോലെയുള്ള വിഷയങ്ങളിലാണ് അത് 70ക്കൊക്കെ മുകളിൽ 80 എന്നുള്ള റേഞ്ചിലേക്ക് പോകുന്നതെന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഡിഫൻസ് ആൻഡ് സ്ട്രാറ്റജിക് സ്റ്റഡീസ്, അതുപോലെ ഹോം സയൻസ് പോലെയുള്ള ചുരുക്കം വിദ്യാർത്ഥികളുള്ള സബ്ജക്റ്റാണ്. ഹോം സയൻസിലും 204ഉം 180ഉം ആ 70-60 എന്നുള്ള പാറ്റേൺ ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പോപ്പുലേഷൻ സ്റ്റഡീസ് ഇതൊക്കെ വരുമ്പോഴും 220 to 200 കുട്ടികൾ കുറവുള്ള ഈ പോപ്പുലേഷൻ സ്റ്റഡീസിലൊക്കെ കട്ട് ഓഫ് ഉയർന്നു പോകുന്നതും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓരോ വർഷവും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുമെങ്കിലും ഈ റേഞ്ചിലാണ് കൺസിസ്റ്റന്റ് ആയിട്ട് കുറെ സൈക്കിളിലായിട്ട് സ്കോറുകൾ കാണുന്നത്. മ്യൂസിക് 214ഉം 190ഉമാണ് കട്ട് ഓഫ് വരുന്നത്. മാനേജ്മെന്റ് പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ്. അതിനും 220, അതായത് 70%-ന് ഒരു 10 മാർക്ക് മുകളിലായിട്ടാണ്. 194 ആണ് നെറ്റിന്റെ കട്ട് ഓഫ് എന്നുള്ള കാര്യവും ഓർക്കുക. PhD ഓൺലിക്ക് 172 വരുന്നുണ്ട്. OBC NCL കാറ്റഗറി ആണെങ്കിൽ യഥാക്രമം 208, 208ഉം 178ഉമാണ് കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. മൈഥിലി പോലെയുള്ള സബ്ജക്റ്റുകൾ, ബംഗാളി ഒന്നും നമ്മുടെ കേരളത്തിൽ നിന്ന് അധികം വിദ്യാർത്ഥികൾ ഉണ്ടാവില്ല. ഹിന്ദി ആണെങ്കിലും അതേ പാറ്റേൺ നമുക്ക് ഫോളോ ചെയ്യുന്നുണ്ട്. 218, 72%, 73%-ന്റെ അടുത്ത് വരുന്നുണ്ട്. എന്നാൽ നെറ്റിന്റെ കട്ട് ഓഫ് ഒരു 16 മാർക്ക് കൂടി, അതായത് 65%-നടുത്താണ് ഹിന്ദിയുടെ വരുന്നത് എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. ഒരുപാട് പേര് എഴുതുന്ന, ഒരുപാട് പേര് 1500-നടുത്ത് പേര് നെറ്റ് ക്വാളിഫൈ ചെയ്ത ജനറൽ കാറ്റഗറിയിൽ തന്നെ ക്വാളിഫൈ ചെയ്യുന്ന സബ്ജക്റ്റാണ് ഹിന്ദി. ഇന്ത്യയിൽ മുഴുവനായിട്ടുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാവും എന്നുള്ള കാര്യവും നമുക്കറിയാം. കന്നഡ സബ്ജക്റ്റൊക്കെ നമുക്ക് താരതമ്യേന അപ്രധാനമാണ്. മലയാളം അൺറിസർവ്ഡ് കാറ്റഗറിയിൽ 6 പേര് മാത്രമാണ് ഇപ്രാവശ്യം JRF നേടിയിരിക്കുന്നത്. അതിൽ ഒരു പിടി വിദ്യാർത്ഥികൾ I+ന്റെ ഭാഗത്ത് നിന്ന് അൺറിസർവ്ഡ് OBC EWS കാറ്റഗറി ഒക്കെ കൂടി ചേർക്കുമ്പോൾ 10, 15 അല്ലെങ്കിൽ മൊത്തത്തിൽ 20 പേരുള്ളതിൽ കുറെ പേര് ഇതുവരെ റിസൾട്ട് പറഞ്ഞതിൽ തന്നെ I+ന്റെ വിദ്യാർത്ഥികൾ ഉണ്ടെന്നുള്ളത് അഭിമാനിക്കത്തക്ക നേട്ടമായിട്ട് കരുതുന്നു. ഇവിടെയും 194, അതായത് 65% മാത്രമേ വന്നിട്ടുള്ളൂ. ഇത്തവണ താരതമ്യേന ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പേപ്പറായിരുന്നു മലയാളത്തിൻ്റെത്. 60ൽ താഴെയായിരുന്നു നെറ്റിന്റെ കട്ട് ഓഫ് എന്നും കാണാം. 174 മാത്രമാണ്, 58% ആണ് വരുന്നത്. PhD ഓൺലി ആണെങ്കിൽ 152, അതായത് 50%-ന് ജസ്റ്റ് മുകളിൽ മാത്രമാണ് മാർക്ക് വരുന്നത്. OBC NCL ആവുമ്പോൾ 184 JRFന്റെ കട്ട് ഓഫ്, 160 നെറ്റിന്റെ കട്ട് ഓഫ് എന്നുള്ളതും കാണാം. ഇങ്ങനെ ഒറിയ, പഞ്ചാബി, സാൻസ്ക്രിറ്റ് പോലെയുള്ള സബ്ജക്റ്റുകൾ, തമിഴ് ഒക്കെ നമുക്ക് അടുത്തതായിട്ട് കാണാൻ സാധിക്കും. തെലുങ്ക് വരുന്നുണ്ട്, ഉറുദു, ഈ സബ്ജക്റ്റുകളൊന്നും. അറബിക് കേരളത്തിൽ നിന്ന് കുറച്ചധികം വിദ്യാർത്ഥികളുണ്ട്. എന്നാൽ ഉയർന്ന നമ്മൾ ഈ പറഞ്ഞ 70ക്കും മുകളിലായിട്ട് 80യുടെ അടുത്ത് കട്ട് ഓഫ് വരുന്നുണ്ട്. 240 എന്ന് പറഞ്ഞാൽ 80% ആണ്, 4 മാർക്ക് മാത്രം, അതായത് ഒരു 78.66 ഒക്കെ വരും കട്ട് ഓഫ്. 6 പേര് മാത്രമാണ് അൺറിസർവ്ഡ് കാറ്റഗറിയിൽ ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്. OBC NCLും 6 പേര് മാത്രമേ ഉള്ളൂ. നെറ്റ് നേടിയിരിക്കുന്ന 62 + 77 വിദ്യാർത്ഥികളുണ്ട്.
കട്ട് ഓഫ് 70% മുകളിലായിരുന്നു അൺറിസർവ്ഡ് കാറ്റഗറിയിൽ. റിസർവേഷൻ ഉള്ളവർക്ക് 198 ആയിരുന്നു കട്ട് ഓഫ് എന്നുള്ളത് ഓർക്കുക. PhD ഓൺലിക്ക് പോലും 60% മുകളിലുള്ള കട്ട് ഓഫ് ജനറൽ കാറ്റഗറിയിൽ അറബിക്കിന് ഉണ്ടായിരുന്നു. അടുത്തത് ഇംഗ്ലീഷാണ്. വളരെയധികം 10,000 പേര് പരീക്ഷ എഴുതുന്നതാണ്. കട്ട് ഓഫ് 70ക്ക് ജസ്റ്റ് മുകളിലാണ്. 71.33% ആണ്. 214 എന്ന് പറയുമ്പോൾ 188 എന്ന് പറയുമ്പോൾ 62.66, 63% എത്തിയിട്ടില്ല. അത്രയുമാണ് കട്ട് ഓഫ് ആയിട്ട് വരുന്നതെന്നുള്ള കാര്യവും ഓർക്കുക. PhD ഓൺലി ആണെങ്കിൽ പോലും 55%-നടുത്ത് 54% 162 കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. 5400-ഓളം വിദ്യാർത്ഥികൾ ജനറൽ കാറ്റഗറിയിൽ തന്നെ PhDക്കുള്ള എലിജിബിലിറ്റി നേടിയിട്ടുണ്ട്, അഡ്മിഷനുള്ള എലിജിബിലിറ്റി നേടിയിട്ടുണ്ടെന്നും കാണാം. ലിംഗ്വിസ്റ്റിക്സ് ഒക്കെ അടുത്തതായിട്ട് വരുന്നുണ്ട്. ചൈനീസ്, ഡോഗ്രി പോലെയുള്ള സബ്ജക്റ്റുകളാണ്. നേപ്പാളി, മണിപ്പൂരി, അസമീസ് ഒക്കെ വരുന്നുണ്ട്. നമുക്കിതിൻ്റെ ഒന്നും കട്ട് ഓഫുകൾ കുറച്ച് പേരുണ്ടെങ്കിൽ പോലും നമുക്ക് റെലവൻ്റ് അല്ല. ഫ്രഞ്ച് പോലെയുള്ള സബ്ജക്റ്റുകൾ ആകെ ഒരാളാണ് JRF നേടിയിരിക്കുന്നത്. സ്പാനിഷ്, റഷ്യൻ പോലെയുള്ള ലാംഗ്വേജുകളാണ്. പേർഷ്യൻ വരുന്നുണ്ട്, രാജസ്ഥാനി. ഈ ഒരു സെഗ്മെന്റ് ജർമ്മനൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. ജാപ്പനീസ്, അഡൽട്ട് എഡ്യൂക്കേഷൻ 222, 204 ഒക്കെയാണ് കട്ട് ഓഫ് വരുന്നത്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. ഇതും കുറച്ചധികം പേര് കേരളത്തിൽ നിന്നുള്ളതാണ്. എന്നാൽ താഴ്ന്ന കട്ട് ഓഫ് ആണ് ഇവിടെ വരുന്നത്. അൺറിസർവ്ഡ് കാറ്റഗറിയിൽ 200 മാത്രമാണ് വരുന്നത്. 66.66. 178, 60%-ന് ജസ്റ്റ് താഴെ 59.33 ആണ് ജനറൽ കാറ്റഗറിയിലെ കട്ട് ഓഫ്. മറ്റുള്ളവർക്ക് 192, 160 ഒക്കെയാണ് വരുന്നത്. ഒരു റൂൾ ഓഫ് തമ്പ് എന്നുള്ള നിലയിൽ മാത്രമേ നമുക്കിത് നോക്കി കാണാൻ പറ്റുള്ളൂ. അറബ് കൾച്ചർ ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസ് വരുന്നുണ്ട്. കുറച്ച് പേര് മാത്രം എഴുതുന്ന ഇന്ത്യൻ കൾച്ചർ പോലെയുള്ള സബ്ജക്റ്റുകളാണ് അടുത്തത്. ലേബർ വെൽഫെയർ, പേഴ്സണൽ മാനേജ്മെന്റ് പഠിച്ച HR-ല് മാനേജ്മെന്റ് എടുത്ത് MBA ചെയ്തിട്ടുള്ളവർക്കുള്ളതാണ്. അവിടെയും നമ്മുടെ ആ പാറ്റേൺ ഫോളോ ചെയ്യുന്ന കാണാം. 220 to 190 ആണ് ജനറൽ കാറ്റഗറി കട്ട് ഓഫ്. ലോ ഒരുപാട് പേര് കേരളത്തിൽ നിന്നും പ്രിപ്പയർ ചെയ്യുന്ന സബ്ജക്റ്റ് ആണ്. JRF-ന്റെ കട്ട് ഓഫ് 72.66% ആണ് വരുന്നത്. 218 മാർക്ക്. 194 ആണ് ജനറൽ കാറ്റഗറിയിലെ നെറ്റിനുള്ള കട്ട് ഓഫ്. 64.66, 65%-ന്റെ അടുത്ത് റഫായിട്ട് വരും. PhD ഓൺലിക്ക് ആണെങ്കിൽ പോലും 60%-നടുത്ത് 58% കട്ട് ഓഫ് വരുന്നത്. എങ്കിലും 1400 പേര് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് PhD-ക്കായിട്ട്. നെറ്റും JRF നോക്കിക്കഴിഞ്ഞാൽ 55ഉം 661 പേരുണ്ട്. നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകളും ലോയ്ക്ക് അവൈലബിൾ ആണ്. നമ്മുടെ കൂടെ പേപ്പർ 1-ന് മാത്രം കോച്ചിങ് ഒക്കെ കഴിഞ്ഞ തവണ എടുത്ത വിദ്യാർത്ഥികൾ ലോയില് നെറ്റൊക്കെ നേടിയിട്ടുണ്ട് എന്നുള്ള കാര്യവും സന്തോഷത്തോടെ അറിയിക്കുന്നു. ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് താരതമ്യേന കുറഞ്ഞ കട്ട് ഓഫ് ആണ്. 186ഉം 166 മാത്രമേ വന്നിട്ടുള്ളൂ എന്നുള്ള കാര്യവും ഓർക്കുക. I+ന് ഈ സബ്ജക്റ്റിലും ലൈബ്രറി സയൻസിലും കോച്ചിങ് അവൈലബിൾ ആണ്. കമ്പാരിറ്റീവ് സ്റ്റഡീസ്, മാസ് കമ്മ്യൂണിക്കേഷനും I+ന്റെ കോച്ചിങ് എടുത്ത വിദ്യാർത്ഥികൾ ക്വാളിഫിക്കേഷനിലേക്ക് വന്നിട്ടുണ്ട്. 72% ആണ് JRF-ന്റെ കട്ട് ഓഫ്. അതുപോലെ തന്നെ 192 എന്ന് പറയുമ്പോൾ 64% ആണ് നെറ്റിന്റെ കട്ട് ഓഫ് ആയിട്ട് വന്നിരിക്കുന്നതെന്ന് ഓർക്കുക. മാസ് കമ്മ്യൂണിക്കേഷൻ. പെർഫോമിംഗ് ആർട്സിലും നമ്മുടെ ഒരുപാട് മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾ ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. ഉയർന്ന കട്ട് ഓഫ് ആണ്. 230ഉം അതുപോലെ തന്നെ 202ഉമാണ് JRF-ന്റെയും നെറ്റിന്റെയും ജനറൽ കാറ്റഗറിയിലെ കട്ട് ഓഫ്. OBC NCL ആണെങ്കിൽ പോലും 70% എബോവ് 71.33 ആണ്. 214 ആണ് കട്ട് ഓഫ്. നെറ്റിന് 60.66, 61%-ന് ജസ്റ്റ് താഴെയാണ് കട്ട് ഓഫ് വരുന്നതെന്നുള്ള കാര്യവും ഓർക്കുക. പെർഫോമിംഗ് ആർട്സിനകത്ത് ഒരു പറ്റം സബ്ജക്റ്റുകളുണ്ട്. ഡാൻസ്, ഡ്രാമ, തിയേറ്റർ എല്ലാം കൂടി ചേർന്ന് വരുന്നതാണ്. മ്യൂസിയോളജിയാണ് അടുത്തത്. ആർക്കിയോളജി വരുന്നുണ്ട്. ഒഴിച്ചു പോവുകയാണ്. ക്രിമിനോളജി, ട്രൈബൽ ആൻഡ് റീജിയണൽ ലാംഗ്വേജസ്, ഫോക്ക് ലിറ്ററേച്ചർ, കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ സബ്ജക്റ്റുകളൊക്കെ അടിച്ചു വിടുകയാണ്. ട്രഡീഷണൽ സാൻസ്ക്രിറ്റ്, വിമൻ സ്റ്റഡീസ് ഒക്കെ വരുന്നുണ്ട്. റഫായിട്ട് വിഷ്വൽ ആർട്ടിൻ്റെ ഒക്കെ കട്ട് ഓഫ് ഈ റേഞ്ചിൽ നിൽക്കും. ജിയോഗ്രഫി 208ഉം 186, 70ക്ക് ജസ്റ്റ് താഴെയും 62%-ഉമാണ് കട്ട് ഓഫ് വരുന്നത്. സബ്ജക്ട് സ്പെസിഫിക് ആയിട്ട് നിങ്ങളുടെ കാറ്റഗറി സ്പെസിഫിക് ആയിട്ട് ഈ ഡോക്യുമെന്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഫോറൻസിക് സയൻസും പാലി പോലെയുള്ള ലാംഗ്വേജുകളൊക്കെ വരുന്നുണ്ട്. കാശ്മീരി, കുങ്കിണി,
കമ്പ്യൂട്ടർ സയൻസ് ആണ് പ്രധാനപ്പെട്ട മറ്റൊരു സബ്ജക്റ്റ്. 198 ഇത്തവണത്തെ എക്സാം ഡിഫിക്കൽട്ട് ആയിരുന്നു. നമ്മുടെ ഒരുപാട് വിദ്യാർത്ഥികൾ ഇതിലും ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. 198 എന്ന് പറയുമ്പോൾ 66% മാത്രമാണ് കട്ട് ഓഫ് വന്നിരുന്നത്. നെറ്റിന്റെ കട്ട് ഓഫ് ആണെങ്കിൽ 58% മാത്രമാണ്. 172 ആണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അതിലും താഴെയാണ് OBCയുടെയും EWSന്റെ ഒക്കെ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാം. ഏകദേശം സിമിലർ റേഞ്ച് ആണ്. 186, 188, 156, 156 ആണ് നെറ്റിന്റെ കട്ട് ഓഫ് എന്നും ഓർക്കുക. ഇലക്ട്രോണിക് സയൻസിലും 186, 166 വളരെ ലോ കട്ട് ഓഫ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് ഇലക്ട്രോണിക് സയൻസ് ഇത്തവണത്തെ പരീക്ഷ അനുസരിച്ച്. എൻവയോൺമെന്റൽ സയൻസിൽ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവിടെയും 70 ടച്ച് ചെയ്തിട്ടില്ല. 196 എന്ന് പറയുമ്പോൾ 65.33 മാത്രമേ അവിടെ കട്ട് ഓഫ് വന്നിട്ടുള്ളൂ. ഇവിടെയും 58%, 174 ആണ്. ജനറൽ കാറ്റഗറിയിൽ പോലും കട്ട് ഓഫ് എന്നുള്ള കാര്യം ഓർക്കുക. പൊളിറ്റിക്സ് അടുത്തതായിട്ട് വരുന്നുണ്ട്. പ്രാകൃത്, ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, ടൂറിസം അഡ്മിനിസ്ട്രേഷൻ, ഇതിനുമൊക്കെ ലോ കട്ട് ഓഫ് ആണ്. കുറച്ച് പേര് മാത്രം എഴുതുന്ന പരീക്ഷകളാണ്. ബോഡോ പോലെയുള്ള സബ്ജക്റ്റുകൾ, സന്താലി പോലെയുള്ള ലാംഗ്വേജുകൾ വരുന്നുണ്ട്. യോഗയ്ക്കും 218, 194 താരതമ്യേന ഉയർന്ന കട്ട് ഓഫ് ആണ്. സിന്ധി പോലെയുള്ള ലാംഗ്വേജ്, ഹിന്ദു സ്റ്റഡീസ്, ഇന്ത്യൻ നോളജ് സിസ്റ്റം, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒക്കെ വരുന്നുണ്ട്. ആയുർവേദ, ബയോളജി, ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഫുൾ ക്യാപിറ്റൽ ലെറ്റർ ഓണാക്കി ഇട്ടിട്ടുണ്ടല്ലേ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ആ ഡോക്യുമെന്റ് ഒടുവിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു അനാലിസിസിൽ നിന്ന് ബേസിക് ആയിട്ടുള്ള ഒരു പാറ്റേൺ പിടികിട്ടി കാണുമെന്ന് കരുതുന്നു. ചുരുക്കം വിഷയങ്ങളിൽ ഒഴികെ നിങ്ങളൊരു 70%-നും 60%-ക്കുമായിട്ട് എയിം ചെയ്യുക. ഒരു ലെവൽ കൂടി ഹയർ ആയിട്ട് 75%, 4 ചോദ്യം അറ്റൻഡ് ചെയ്താൽ 3 ചോദ്യം ശരിയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോമ്പീറ്റൻസി നിങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ചന്തുവിനെ തോപ്പിക്കാൻ ആർക്കും ആവില്ല മക്കളെ എന്ന് പറഞ്ഞ പോലെ നിങ്ങളെയും പരാജയപ്പെടുത്താൻ ആർക്കും ആവില്ല. 5158 പേർക്കാണ് ഇന്ത്യയിൽ ഒന്നാകെ JRF കിട്ടിയിട്ടുള്ളത്. 53,000 പേർക്ക്, 53,279 ആളുകൾക്കാണ് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയത്. PhDക്കുള്ള അഡ്മിഷനുള്ള എലിജിബിലിറ്റി അത് 1 വർഷം മാത്രമാണ് വാലിഡിറ്റി. നിങ്ങൾ ആ ഒരു എൻട്രൻസ് ടെസ്റ്റിന് എഴുതേണ്ടതില്ല. PhDക്കുള്ള അഡ്മിഷനായിട്ട് ഡയറക്റ്റായിട്ട് അതാത് യൂണിവേഴ്സിറ്റികൾ അപ്ലിക്കേഷൻ വിളിക്കുമ്പോൾ അവിടെ ചെല്ലാമെന്നേ ഉള്ളൂ. അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടുന്നത് 1,14,445 പേർക്കാണ്. ഏകദേശം 1,15,000 എന്ന് നമുക്ക് റൗണ്ട് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ PhD ഓൺലി എലിജിബിലിറ്റി നേടിയ കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾ ഒരു പടി കൂടെ റിസൾട്ടിലേക്ക് അടുത്തു എന്ന് കരുതുക. നന്നായി ഒന്ന് പഠിച്ചാൽ നെറ്റിലേക്കും JRFലേക്കും എത്താം. മുന്നോട്ടുള്ള ജേർണിയിൽ എല്ലാ നന്മകളും ആശംസിക്കുന്നു. I+ന്റെ ഓഫ്ലൈൻ, ഓൺലൈൻ, ലൈവ് ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. എറണാകുളത്തും തിരുവനന്തപുരത്തും നമ്മുടെ ഓഫ്ലൈൻ സെന്ററുകളുണ്ട്. ക്വാളിറ്റി എഡ്യൂക്കേഷൻ അഫോർഡബിൾ ആയിട്ട് നൽകുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ കഴിഞ്ഞ 4 വർഷത്തിലധികം നെറ്റ് കോച്ചിങ് മേഖലയിൽ I+ ഉണ്ട്. നിങ്ങൾക്കും നമ്മുടെ ടീമിനോടൊപ്പം ചേർന്ന് പഠിച്ച് വിജയിക്കാൻ സാധിക്കും എന്നുള്ള അഷ്വറൻസ് നൽകിക്കൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.